ഡൽഹിയിൽ ഇനി ചർച്ചകളൊന്നുമില്ല, ഡൽഹിയിൽ നിന്ന് പോരുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഖാർഗെയുടെ വസതിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ചെന്നിത്തലയും സതീശനുമൊക്കെ പ്രതികരിച്ചത്. ഇങ്ങോട്ട് വരികയും ചെയ്തു. കേസ് തുടരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവിടെ ചർച്ച കഴിഞ്ഞു, ഇനി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക മാത്രമാണ് വേണ്ടത് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നിടത്താണ് വീണ്ടും ചർച്ചകളിലേക്ക്, അതായത് അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത മറ്റു നേതാക്കളിലേക്ക്, KPCC അധ്യക്ഷന്മാരിലേക്ക് ഘടകകക്ഷികളുമായിട്ടുള്ള സംസാരം ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള വിവരം വരുന്നു. അതായത് വലിയ ആശയക്കുഴപ്പത്തിലേക്ക്, വലിയ സങ്കീർണതയിലേക്ക് ഈ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ചർച്ചകൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിലവിലിപ്പോൾ സംസ്ഥാനത്ത് നിന്ന് നേതാക്കളുടെ പ്രതികരണം എങ്ങനെയാണ്, ഏതൊക്കെ നേതാക്കൾ ഡൽഹിയിലേക്ക് പോകുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? അക്ഷയ, ഇതിന്റെ പടിപടിയായിട്ട് ചർച്ചകൾ നടത്തിയാണ് ഹൈക്കമാൻഡ് നേതൃത്വം ഇപ്പോൾ വീണ്ടും ഈ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒരു വട്ടം ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏറ്റവും ആദ്യം MLA-മാരെ കണ്ടു, അതിനുശേഷം ചില MP-മാരെ കണ്ടു, മുതിർന്ന ചില നേതാക്കളെ കണ്ടു. AK ആന്റണിയുടെ അടക്കം അഭിപ്രായം ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ അന്ന് തേടിയിരുന്നു. അജയ് മാക്കനും അതോടൊപ്പം തന്നെ മുകുൾ വാസനിക്കും വന്ന സമയത്ത് ഏറ്റവും ആദ്യം കണ്ട നേതാവ് AK ആന്റണിയാണ്. വന്നയെന്ന് രാത്രിയിൽ തന്നെ AK ആന്റണിയെ കണ്ട് ആന്റണിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം ചോദിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ ഈ വിഷയത്തിൽ ആന്റണി തയ്യാറായില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു AK ആന്റണിയുടെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. പിറ്റേ ദിവസമാണ് MLA-മാരെ കാണുകയും മറ്റ് ചില നേതാക്കളെ കാണുകയും MP-മാരെ കാണുകയും ഒക്കെ ചെയ്തത്. ഏറ്റവും ഒടുവിലായി അന്ന് ഘടകകക്ഷി നേതാക്കളെ കണ്ട് അവരുടെ അഭിപ്രായം കൂടി തേടിയാണ് രണ്ട് AICC നിരീക്ഷകരും ഡൽഹിക്ക് മടങ്ങിയത്. അതിനുശേഷം ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നു. രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിനെയും ഡൽഹിക്ക് വിളിപ്പിച്ചു. അവിടെ ചർച്ച പൂർത്തിയായതാണ്. പിന്നീട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നടത്തുന്ന ഒരു ചർച്ചയിൽ, അല്ലെങ്കിൽ അതിൽ സോണിയാഗാന്ധി കൂടി ഉൾപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ചയിൽ തീരുമാനമുണ്ടാകും. അതിനുശേഷം ഒരു പ്രസ്താവനയായി അല്ലെങ്കിൽ ഒരു അറിയിപ്പായി AICC-യിൽ നിന്നും ആരാകും കേരളത്തിന്റെ അടുത്ത് മുഖ്യമന്ത്രി എന്ന തീരുമാനം വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ ചർച്ചകൾ വീണ്ടും നീണ്ടുപോവുകയാണ്. ഒന്നുകിൽ നേരത്തെ ബസന്ത് പറഞ്ഞതുപോലെ ഒരു പേര് അവർ തീരുമാനിച്ചതിന് ശേഷം ഇതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന പേര് എന്നുള്ള കാര്യം മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക, അത് മുതിർന്ന നേതാക്കളെയും ഘടകകക്ഷി നേതാക്കളെയും എല്ലാം ബോധ്യപ്പെടുത്തുക. അതിനുശേഷം അതിൽ കാര്യമായി എതിർപ്പില്ലാതെ പ്രഖ്യാപിക്കുക. അല്ല എങ്കിൽ ഇപ്പോഴും ആ കാര്യങ്ങളിലൊന്നും ആരാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേണം കരുതാൻ. ഇനിയുള്ള ചർച്ചകൾ കൂടി ഈ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നിർണായകമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്ന നേതാക്കൾ എന്ന് പറയുന്നത് മുൻ KPCC അധ്യക്ഷന്മാരാണ്. അതിൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. VM സുധീരന് വിളി എത്തിയിട്ടില്ല എന്നുള്ളതാണ് അരമണിക്കൂർ മുമ്പ് വരെ നമ്മൾക്ക് മനസ്സിലാക്കാനാവുന്നത്. മറ്റുള്ള ആളുകൾക്കെല്ലാം വിളി എത്തിയിട്ടുണ്ട്. വിളി എത്തിയ ആളുകളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ഞാൻ സംസാരിച്ചിരുന്നു. പോകുന്നില്ല എന്നുള്ളതാണ് മുല്ലപ്പള്ളി പറയുന്നത്. ഫോണിലൂടെ അഭിപ്രായം അറിയിക്കും എന്നുള്ള കാര്യം മുല്ലപ്പള്ളി വ്യക്തമാക്കുന്നു. K.സുധാകരൻ ഇന്ന് രാത്രിയിൽ പോകാനുള്ള തീരുമാനമുണ്ട്. K. മുരളീധരന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം മുരളീധരൻ പുറത്തേക്കിറങ്ങി എപ്പോഴാണ് പോകുന്നത് എന്നൊരു കാര്യം വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ പിന്നെ അവശേഷിക്കുന്നത് MM ഹസനാണ്. MM ഹസനും ഡൽഹിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തും. ഈ കാര്യത്തിൽ നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ അഭിപ്രായം പരസ്യമായി തുറന്നു പറഞ്ഞ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് K. സുധാകരനാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി കണ്ടാൽ കൊള്ളാം എന്നുള്ള കാര്യം സുധാകരൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് നേതാക്കളും രമേശ് ചെന്നിത്തലയും VD സതീശനും കോൺഗ്രസിനും വളരെ വേണ്ടപ്പെട്ട നേതാക്കളാണ്. അതിനാൽ തന്നെ അവരെ മാറ്റി നിർത്താനാകില്ല. അതിനാൽ ഒരു സമവായ ഫോർമുല കൂടി താൻ ഹൈക്കമാൻഡിന് എഴുതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് K. സുധാകരൻ പറഞ്ഞു വെച്ചത്. ആ ഫോർമുല മറ്റുള്ള ആളുകൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതോടൊപ്പം K. മുരളീധരന്റെ നിലപാട് വളരെ നിർണായകമായി മാറുന്നത് ഈ ഘട്ടത്തിൽ K. മുരളീധരൻ ഈ ക്യാബിനറ്റിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. K. മുരളീധരൻ വളരെ പ്രധാനപ്പെട്ട വകുപ്പിന്റെ ചുമതലയുമായി മന്ത്രിസഭയുടെ ഭാഗമായിരിക്കും. അപ്പോൾ ആ മന്ത്രിസഭയെ നയിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ K. മുരളീധരന്റെ അഭിപ്രായം എന്ന്, അല്ലെങ്കിൽ അതിലേക്ക് അത്തരം ഒരു ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ K. മുരളീധരന്റെ നിലപാടിന് വളരെ പ്രാധാന്യമുണ്ടാകും. K. മുരളീധരന്റെ പിന്തുണ VD സതീശന് പക്ഷം ആദ്യഘട്ടത്തിൽ ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തേക്കാകുമ്പോൾ KC വേണുഗോപാൽ പക്ഷം വിചാരിക്കുന്നത് K. മുരളീധരന്റെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ ആരാർക്കൊപ്പം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ലാതെ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, MLA-മാരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുമ്പോഴുമെല്ലാം നമുക്ക് ഒരു പൊതുചിത്രം മനസ്സിലാവുന്നത് മൃഗീയമായ ഭൂരിപക്ഷം MLA-മാരുടെ കണക്കിൽ KC വേണുഗോപാലിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ MLA-മാരുടെ ഭൂരിപക്ഷമുള്ള KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ VD സതീശന്റെ കാര്യം നോക്കിയാൽ ഘടകകക്ഷികളുടെ പിന്തുണയുണ്ട്. പക്ഷേ MLA-മാരുടെ കാര്യത്തിൽ ഭൂരിഭാഗം പിന്തുണ നേടാൻ കഴിയുന്നില്ല. അങ്ങനെ സർവത്ര പറയുന്ന പോലെ തന്നെ ഈ ഘടകകക്ഷികളുടെ പിന്തുണ, ഘടകകക്ഷികളൊക്കെയും ഒരുപോലെ VD സതീശന് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ തീരുമാനം എങ്ങനെ എന്തൊക്കെ ഘടകങ്ങൾ പരിശോധിക്കേണ്ടി വരും ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് ബാക്കി എല്ലാവരെയും അത് അറിയിക്കുകയാണോ, അതിനപ്പുറത്തേക്ക് തീരുമാനത്തിൽ വീണ്ടും ചർച്ചകൾ നടക്കുകയാണോ, എന്താണ് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഡൽഹിയിലേക്ക് തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആരെന്നറിയാൻ നമ്മുടെ കാത്തിരിപ്പ് നീളുക തന്നെ ചെയ്യും.